ഹായ് ഹലോ നമസ്കാരം. മല്ലുമലയാള കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. ഓണം സ്പെഷ്യൽ വറുത്തരച്ച സദ്യ സാമ്പാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ സദ്യ സാമ്പാർ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓരോ നാട്ടിലും ഓരോരോ രീതികളിലല്ലേ സാമ്പാർ ഉണ്ടാക്കുന്നത്. പാലക്കാടൻ സ്പെഷ്യൽ നാടൻ രീതിയിലുള്ള സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്കതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് അരക്കപ്പ് തോരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കാം. തോരപ്പരിപ്പാണ് നമ്മളെപ്പോഴും സാമ്പാർ ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ എല്ലാവരും തോരപ്പരിപ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിതിൽ നിന്ന് പൊങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക്, അതായത് പരിപ്പിൽ നിന്ന് കുറച്ച് പൊങ്ങിക്കിടക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രം മതിയാവും. ഓക്കെ, ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 4 വിസിൽ വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങളെടുക്കുന്ന കുക്കർ, അതിൻ്റെ വലിപ്പം, ഇതെല്ലാം വിസിലിൻ്റെ അളവിൽ മാറ്റം വന്നേക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, കറക്റ്റ് ലെവലിലാണ് നമ്മളുടെ ഈ പരിപ്പ് ഇപ്പോൾ വെന്ത് കിടക്കുന്നത്. ഇത്രയും ആയാൽ മതി. കണ്ടോ, നല്ല പോലെ വെന്ത് കറക്റ്റ് നല്ല പരുവായിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമ്മൾക്ക് ഇതിനാക്കി ചേർക്കാനുള്ളത് നമ്മുടെ പച്ചക്കറികളാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പച്ചക്കറികളായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായി 2 ചെറിയ ക്യാരറ്റ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. സാമ്പാർ വയ്ക്കുമ്പോൾ കഷ്ണങ്ങൾ ഇത്തിരി വലുപ്പത്തിലുള്ളതാണ് നല്ലത്. ഇനി ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തത് ആയിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേന ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചേമ്പ് അതിട്ട് കൊടുക്കാം. അടുത്തതായി ഞാൻ വഴുതനങ്ങ 3 ചെറിയ സൈസിലുള്ള 3 വഴുതനങ്ങയാണ്. സാമ്പാർ വഴുതനങ്ങ വയലറ്റ് കളറുള്ളത് അതായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഉള്ളത് വാഴയ്ക്ക ഒരെണ്ണം ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മത്തനാണ്. ചെറിയൊരു മത്തനാണ്. അത് നമ്മൾ ഇതേപോലെ കുറച്ച് വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3 കൊത്തവരയ്ക്ക ഇതുപോലെ നീളത്തിലരിഞ്ഞത് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബീൻസ്, ഒരു 4 ബീൻസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുമ്പളങ്ങയാണ്. ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ ഇതുപോലെ ഇത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ആയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സവാള, മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ്, അത് ഇതുപോലെ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ വലിയ ഉള്ളി ചേർക്കാറെന്ന് കണ്ടിട്ടില്ല, ചിലപ്പോൾ ചെറിയ ഉള്ളി ആയിരിക്കും ചേർക്കുന്നത്. ഓരോരുത്തരുടെ ഓരോ രീതിയാണ്. ഇനി ഒരു വലിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടതാണ് മുരിങ്ങക്കായ്. ഞാനിവിടെ ഒരു 2 മുരിങ്ങക്കായ് ഇതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള മുരിങ്ങക്കായാണ്, അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ പച്ചക്കറി ഏകദേശം ഒന്ന് മുങ്ങി വരുന്ന രീതിക്ക് ഇത്രയും മതിയാവും. നമുക്ക് അത്രയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 2 കപ്പോളം ഞാൻ അവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. നമുക്ക് ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് ഒരു വിസിൽ വരുന്ന വരയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ കുക്കറിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. എനിക്കിവിടെ ഒരു വിസിലെടുത്തിട്ട് പ്രഷറെല്ലാം പോയ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ പച്ചക്കറികളെല്ലാം കറക്റ്റ് വേവായിട്ടുണ്ട്. നമ്മൾ ഇതുവരയ്ക്ക് ഇതിനകത്ത് പൊടി ചേർത്തിയിട്ടില്ല. പരിപ്പ് ഉപയോഗിക്കുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തി, അത് മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ഓരോന്നായി ചേർക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാണ്ടോ നല്ല കറക്റ്റ് വേവാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ, നല്ല ചൂടുണ്ട്. അയ്യോ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ നോക്കിയത് മാത്രം കൈപൊള്ളി, കുഴപ്പമില്ല. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 വെണ്ടയ്ക്കയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ വഴുവഴുപ്പ് അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് ആക്കി കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മുടെ വെണ്ടയ്ക്ക് ഇവിടെ ഏകദേശം ഒന്ന് വാടി വെന്ത് ഏറെക്കുറെ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച കഷ്ണത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പുളിയില്ലേ, അത് നമുക്കതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ നമ്മുടെ പച്ചക്കറിയിലേക്ക് ആ പുളീൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇറങ്ങി പിടിച്ചോളും. ഇനി നമ്മൾ അതേ പാത്രത്തിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മുടി തേങ്ങയുണ്ട്, അത് ചെറിയപ്പോൾ 1 കപ്പോളം ഉണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
ഏകദേശം ഒരു നല്ലൊരു ബ്രൗൺ കളറിൻ്റെ ഏകദേശം ആ ഒരു ലെവലിൽ വരുന്നവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് വറുക്കാം. ഒന്ന് കളർ മങ്ങുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനം കൂടി ചേർക്കാനുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഒരു 10-14 ചെറിയുള്ളിയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം നമ്മളെ ഈ തേങ്ങയും ഈ ഈ ചെറിയുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരണം. കളർ മാറിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ബാക്കിയുള്ളത് നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിയാണ്. അതായത് വറമല്ലി എന്ന് പറയും, നമ്മൾ പൊടിക്കാത്ത മല്ലി, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ മെയിൻ സാധനമായ കായമാണ്. നമ്മുടെ കയ്യിൽ കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കായപ്പൊടി ചേർക്കാം. ഇതിപ്പോൾ എൻ്റെ കായ ഉള്ളതുകൊണ്ട് ഞാനത് ചേർക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും നല്ലത്. സാമ്പാർ വയ്ക്കാൻ ഈ കായമാണ് നല്ലത്. ഇനി ഒരു 6 ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളകാണ്, പൊടിക്കാത്ത കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്താ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഏറെക്കുറെ ഇതങ്ങനെ തന്നെ നല്ലപോലെ പതുക്കെ ആയാൽ മതി. ഓക്കെ, ഇതിങ്ങനെ ആകുമ്പോൾ വലിയ കച്ചറയില്ല, നമുക്കിതങ്ങനെ അടിപ്പിടിക്കില്ല അധികം, എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മുടെ വറവ് ഇവിടുതാ ഏകദേശം നല്ല രീതിയിൽ കളർ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കളറൊക്കെ ഏറെക്കുറെ സെറ്റാണ്. ഓക്കെ, ഇത്രയും മതി. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്, എന്നാലും ഇപ്പം കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, അത് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇതെല്ലാം ചേർത്തിട്ടുണ്ട്, എന്നിരുന്നാലും പൊടികളുടെ നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവർക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിപ്പിടിക്കാതെ, അത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും മതിയാവും. ഓക്കെ, ഇതിപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. ചൂട് ആറിയതിന് ശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്കൊന്ന് കറക്കിയിട്ട് വരാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് മിക്സിയിലേക്കൊന്ന് ആക്കി കൊടുക്കാം. ചൂടാറിയ ശേഷം ചെയ്താൽ മതിയേ. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഇതുപോലെ തന്നെ നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ വെറുതെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് വരാൻ പോകണം. ഇതാണല്ലോ ഏറെക്കുറെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സാമ്പാറിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണമാണ്. ഇതാണ്ടോ, എന്താ പറയുക, സാമ്പാറിൻ്റെ ഈ വറുത്തരച്ചതിൻ്റെ നല്ല മണം അടിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാർ ഐറ്റമാണത്. ഇനി നമുക്ക് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന പോലെ സാമ്പാർ ഉണ്ടാക്കണ ഇത്രയും സമയമെടുക്കും, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവൽ രുചിയാണത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ടില്ല, അന്ന് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. കുറച്ച് കുറവുണ്ട് ഉപ്പ്. അപ്പോൾ ഞാൻ ഇതിലൊരു 1/2 ടീസ്പൂണും കൂടി ഞങ്ങൾ കല്ലുപ്പാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്ന ശേഷം ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്ന ശേഷം 4 ചെറിയുള്ളി ഞാനിങ്ങനെ ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി 3 അല്ലി അത് ചതച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 വറ്റൽമുളക് അത് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി നമ്മളുടെ സാമ്പാറിലേക്ക് അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മളുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചോറിനോടൊപ്പമോ അല്ലെങ്കിൽ ഉപ്പുമാവ്, ഇഡ്ഡലി, ഇടിയപ്പം അതിനോടെയൊക്കെ നന്നായിട്ട് നല്ല കോമ്പിനേഷനായിട്ട് ഇരിക്കും ഈ സാമ്പാർ. ഓക്കെ, ഓണത്തിന് വെച്ച് കഴിഞ്ഞാൽ പാതാളത്തിലുള്ള മാവേലി വരെ നിങ്ങളുടെ വീട്ടിൽ എത്തും. ഓക്കെ, അത്രയും സൂപ്പർ സാമ്പാറാണിത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്